പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമീൻ. കർത്താവിൽ അനുഗ്രഹീതരെ, ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. വെളിപാട് പുസ്തകം 2-ാം അധ്യായം 17-ാം വാക്യം. ആ മന്ന മുഖാന്തരം മൂലക്കല്ലായ ക്രിസ്തുയേശു നമ്മളിൽ അവൻ്റെ നാമത്താൽ പുതിയ പേരോടുകൂടി നമ്മളിൽ വെളിപ്പെടും. അത് ആ കല്ല് കിട്ടിയവനല്ലാതെ ആർക്കും തിരിച്ചറിയുവാൻ കഴിയുകയില്ല എന്ന് വെളിപാടിൻ്റെ പുസ്തകം 2-ാം അധ്യായം 17-ാം വാക്യത്തിൽ തന്നെ എഴുതിയിരിക്കുന്നു. ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. അത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരം തന്നെ. തക്സായിലെ പ്രാർത്ഥന നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവല്ലോ. വാങ്ങിപ്പോയവരെക്കുറിച്ചുള്ള പ്രാർത്ഥനയിൽ, കർത്താവെ, ഞങ്ങളുടെ വാങ്ങിപ്പോയവരുടെ തെറ്റുകളെ നീ ക്ഷമിക്കുകയും അവരുടെ കടങ്ങളെ നീ പരിഹരിക്കുകയും ചെയ്യണമേ. എന്തുകൊണ്ടെന്നാൽ നിൻ്റെ ഏകജാതൻ്റെ തിരുശരീര രക്തങ്ങൾ അവരുടെ അവയവങ്ങളിൽ മറഞ്ഞിരിക്കുന്നുവല്ലോ. ആ മറഞ്ഞിരിക്കുന്ന മന്ന കാരണം മൂലക്കല്ലായ ക്രിസ്തുയേശു, അവൻ്റെ നാമമുദ്രിതമായിരിക്കുന്ന ഒരു കല്ലും നമ്മുടെ ഹൃദയങ്ങളിൽ, നമ്മുടെ ആത്മാവിൽ സ്ഥാപിക്കപ്പെടും, നിക്ഷേപിക്കപ്പെടും. ആ കല്ലിന്മേലാണ് കർത്തൃനാമം എഴുതി മുദ്രയിട്ട് വച്ചിരിക്കുന്നത്. താഴോട്ട് വായിക്കുമ്പോൾ, ഞാൻ അവന് വെള്ളക്കല്ലും ലഭിക്കുന്നവനല്ലാതെ ആരും അറിയാത്തതും ആ കല്ലിന്മേൽ എഴുതിയിരിക്കുന്നതുമായ പുതിയ പേരും അവന് കൊടുക്കും. അങ്ങനെയെങ്കിൽ കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യത്തിൽ, അതിക്രമങ്ങളൊക്കെ നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലമായിരിക്കുന്ന കൈയെഴുത്ത് മായ്ച്ച് കുരിശിൽ തറച്ചു. ഈ കൈയെഴുത്ത് ആദാവുമായിട്ട് പിശാച് ചെയ്ത ഉടമ്പടിയാണ്. പിശാചിനെ തൻ്റെ ഹൃദയത്തിൽ മുദ്രിതമാക്കി കല്ലിന്മേൽ അവൻ്റെ നാമം എഴുതി ആദാം ഹവ്വ ഹൃദയത്തിൽ നിക്ഷേപിച്ചപ്പോൾ ആ കല്ലിനെയാണ് കർത്താവ് ഉടച്ചു കളഞ്ഞത്. അത് യോർദാൻ നദിയിൽ അത് സംഭവിച്ചു എന്നുള്ള കാര്യം ധനഹാര ശുശ്രൂഷയിൽ നിന്ന് നമ്മൾ പഠിച്ചതാണ്. ഞാൻ പറഞ്ഞതിൻ്റെ സാരാംശം, ക്രിസ്തുവിൻ്റെ താഴാഴ്മ, അവൻ്റെ സ്നേഹത്തിൻ്റെ ആഴം തിരിച്ചറിയുവാൻ വേണ്ടി നമ്മൾ വേദവചനങ്ങൾ പഠിക്കുകയാണ്. വെളിപാടിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള ഈ വചനം നമ്മളെ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ ധന്യരാകട്ടെ, സ്നേഹം വർദ്ധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 2-ാം അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. 1-ാം അധ്യായത്തിൻ്റെ പകുതി ഭാഗം മുതൽ 2-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗങ്ങളും ആ അധ്യായവും വീണ്ടും ഊന്നിപ്പറയുന്നത് ക്രിസ്തുവും ദൂതന്മാരുമായിട്ടുള്ള ഒരു ബന്ധത്തെപ്പറ്റിയാണ്. പഴയ നിയമത്തിലെ ദൂതൻ എന്നുള്ളതും ആ പഴയ നിയമത്തിലെ ദൂതൻ മുഖാന്തരം കൊടുക്കുന്ന കൽപ്പനകൾ ദൈവത്തിൻ്റെ കൽപ്പന പോലെ തന്നെയാണ് എന്നുള്ളതും, ചിലയിടങ്ങളിൽ ദൂതനെ തന്നെ ദൈവമായി കണ്ടിരുന്നു എന്നുള്ള കാര്യമൊക്കെ കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പഠിച്ചു. ചുരുക്കത്തിൽ ഒരു മുഖവരയായിട്ട് നമുക്കൊന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ, when the son became lower than the angels, നമ്മൾ പഠിച്ചു കഴിഞ്ഞിരുന്നു, ക്രിസ്തു ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അണിഞ്ഞു. എന്നാൽ അവൻ ദൂതന്മാരെക്കാൾ താഴ്ന്നവനല്ല. ഈ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായി സമർത്ഥിക്കുവാൻ 2-ാമത്തെ അധ്യായത്തിലെ ചില പ്രയോഗങ്ങൾ, പഠനങ്ങൾ കൂടുതൽ സഹായകമാകും. ചുരുക്കമായിട്ടെന്ന് പറഞ്ഞാൽ, when the son became lower than the angels, the divine incarnation could achieve which no other celestial beings could. അതായത് കർത്താവിൻ്റെ മനുഷ്യാവതാരത്താൽ നമുക്ക് കിട്ടിയ ചില അവകാശങ്ങൾ, അധികാരങ്ങൾ
ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ന്നിറങ്ങി വന്നത് നമ്മളെ ദൂതന്മാരെക്കാൾ ഉയർന്ന പദവിയിലേക്ക് കൊണ്ടുവരാനാണ്. ഈ ഒരു കർമ്മം അല്ലെങ്കിൽ ഈ ഒരു പ്രവൃത്തി, പിതാവിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്ന സംഗതി കർത്താവിന് മാത്രം സാധിക്കുന്നതാണ്. മറ്റൊരു ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ തരുവാൻ കഴിയുന്നതല്ല എന്നുള്ളതാണ്. അതായത് കർത്താവിൻ്റെ ഇൻകാർണേഷനാൽ അല്ലെങ്കിൽ മനുഷ്യാവതാരത്താൽ ദൈവരാജ്യം എല്ലാവർക്കും തുറന്നു കൊടുത്തു. ഇറ്റ് ഓപ്പൺ ദ കിങ്ഡം ടു എവ്രി വൺ, ദ സബ്മിറ്റഡ് എവ്രി വൺ ടു ദ ഫാദർ ഇൻ സൺ. അങ്ങനെ എല്ലാവർക്കും തുറന്നു കൊടുത്ത് പുത്രനിൽ കൂടി നമ്മളെല്ലാവരും പിതാവാം ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടു. മറ്റൊരു കാര്യം, ഇറ്റ് ഗ്രാൻഡഡ് ദ ഹ്യൂമൻ റേസ് യൂണിറ്റി വിത്ത് ദ ഹോളി വൺ, ദസ് ദേ ബിക്കെയിം ഹോളി ഇൻ ഹിം. മനുഷ്യാവതാരം എന്ന് പറയുന്നത് അവനുമായിട്ട് ഒന്നാകുന്ന അവസ്ഥയിലെത്തുകയും അങ്ങനെ ക്രിസ്തുവിൽ കൂടി അവനുമായി ഒന്നായി ചേരുന്ന വളരെ ശ്രേഷ്ഠമായ പദവിയിലേക്ക് നമ്മളെ ഉയർത്തുകയും ചെയ്തു. മറ്റൊന്ന്, ഇറ്റ് കൺസിഡേർഡ് ആസ് ഹിസ് ബ്രദേഴ്സ് ആൻഡ് ഫ്രണ്ട്സ്. മനുഷ്യാവതാരത്തിൽ കൂടി അവൻ നമ്മെ സ്നേഹിതരുമാക്കി, സഹോദരന്മാരുമാക്കി. ആൻഡ് ഹി ബിക്കെയിം ഫാദർ ആൻഡ് വി ദ ചിൽഡ്രൻ. അവൻ നമ്മുടെ അപ്പനും നമ്മൾ മക്കളും ആയിത്തീർന്നു. ആൻഡ് ത്രൂ ഹിസ് ഡെത്ത് ഹി ഡിസ്ട്രോയ്ഡ് ഡെത്ത് and liberated us from the dominion of Satan. അവൻ്റെ മരണത്താൽ അവൻ മരണത്തെ തോൽപ്പിക്കുകയും അല്ലെങ്കിൽ നശിപ്പിക്കുകയും സാത്താൻ്റെ അധികാരത്തിൽ നിന്നും അവകാശത്തിൽ നിന്നും നമ്മളെ വീണ്ടെടുക്കുകയും ചെയ്തു. എല്ലാ വാഴ്ചകൾക്കും അധികാരങ്ങളും അവന് മുമ്പാകെ കീഴടങ്ങി. കാരണം അവനെ ക്രൂശിന്മേൽ തൂക്കി അവരുടെ മേൽ അധികാരം സ്ഥാപിച്ച് പരസ്യമായ കാഴ്ചയാക്കി എന്ന് കൊലോസ്യ ലേഖനം 2:15 പറയുന്നുണ്ട്. അതുപോലെ തന്നെ ബീയിങ് ടെംപ്റ്റഡ്, ഹി ക്യാൻ intercede for those who are tempted, and he precedes as the high priest and sacrifice as the mediator. അവൻ മഹാപുരോഹിതനായി നിന്നുകൊണ്ട് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന മറ്റൊരു കാര്യസ്ഥനായി ഇപ്പോഴും പിതാവാം ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന ആ ഒരു കാര്യം ഇൻകാർണേഷനിലുള്ളതാണ്. എന്താണ് ഇൻകാർണേഷൻ്റെ കാര്യം ഇവിടെ പറയുന്നതെന്ന് ചോദിച്ചാൽ, ദൂതന്മാരെക്കാൾ താഴ്ന്നവനായി വന്നെങ്കിൽ മാത്രമേ ഇൻകാർണേഷന് സാധ്യതയുള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആമുഖമായി മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിലേക്ക് പ്രവേശിക്കാം. നമുക്ക് വായിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യം. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമായിരിക്കുന്നു. അപ്പോൾ ഈ പഠിക്കാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റി പൗലോസ്ലീഹ ഉദ്ബോധിപ്പിക്കുകയാണ്. നിങ്ങൾ അധികം ശ്രദ്ധയോടെ ഇത് കേൾക്കണം, എങ്കിൽ മാത്രമേ ഇത് മനസ്സിലാകത്തുള്ളൂ. എല്ലാവർക്കും കിട്ടുന്ന കാര്യമല്ല ഇത്. ദൈവവചനത്തെ ഉൾക്കൊള്ളുക, ഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സാധ്യമല്ല. ഇത് ക്രിസ്തുവിൽ വിശ്വാസം അർപ്പിച്ച് ആരാധന ജീവിതത്തിലൊക്കെ ഒരു സാധാരണ രീതിയിൽ പങ്കാളികളാകുന്നവർക്ക് പോലും ചിലപ്പോൾ ദൈവവചനത്തിൻ്റെ അതീവ ശ്രദ്ധാപരമായ കാര്യങ്ങളിലേക്ക് താല്പര്യം ഉണ്ടാവണം എന്നില്ല. ഇത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വലിയ കൃപയാണ്. ആനന്ദത്തിൻ്റെ ഒരു വലിയ അവസ്ഥയിലേക്കും എല്ലാ പരാജയങ്ങൾക്കും മുകളിൽ നമുക്ക് ദൈവവചനത്താൽ ഒരു ജയവും നമ്മുടെ ജീവിതത്തിന് ഒരു അർത്ഥവും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ശ്രേഷ്ഠതയും ആരോടൊപ്പമാണ്? അത്യുന്നതനായവനോടൊപ്പമുള്ള നമ്മുടെ സഹവാസത്തിൻ്റെ ഒരു സൗന്ദര്യവും ആനന്ദവും ശ്രേഷ്ഠതയും നമുക്ക് മനസ്സിലായിക്കൊണ്ടേയിരിക്കും. ഇതാണ് ദൈവവചനം ആഴത്തിലേക്ക് ഇറങ്ങിയാലുള്ള ഒരു വലിയ ആനന്ദം, സന്തോഷം എന്ന് പറയുന്നത്. അതുകൊണ്ട് പൗലോസ്ലീഹ ഓർമ്മിപ്പിക്കുകയാണ്, ഇനിയും പഠിക്കാനും പഠിപ്പിക്കുവാനും ഒക്കെ പോകുന്ന കാര്യങ്ങൾ അതീവ ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കുവാൻ ആവശ്യമായിരിക്കുന്നു. 2-ാം വാക്യം. ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തു എങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും
വിവിധ വീര്യപ്രവൃത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? ഇത് എന്താണ് പൗലോസ് ഇവിടെ നമ്മളെ മനസ്സിലാക്കി തരുവാൻ, ശ്രദ്ധയോടെ ഇത് മനസ്സിലാക്കണം എന്ന് പറയുവാൻ ആഗ്രഹിക്കുന്ന കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ 2 ടൈപ്പിലുള്ള കമ്മ്യൂണിക്കേഷൻ ഈ 2, 3, 4 വചനങ്ങൾ കിടപ്പുണ്ട്. അതായത് 2-ാം വാക്യം പറയുന്നത് ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം. നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ അത് പഠിച്ചതാണ്. ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം. ദൂതന്മാർ മുഖാന്തരം പലവിധ അരുളപ്പാടുകൾ പ്രവാചകന്മാർക്കും അതുപോലെ തന്നെ രാജാക്കന്മാർക്കും ഇടയന്മാർക്കും കന്യകമറിയാമിനും ഒക്കെ ലഭിച്ചു. ദൂതന്മാർ മുഖാന്തരം അരുളപ്പാട്. ദൂതന്മാർ യഹോവയുടെ ഡയറക്റ്റ് റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ടോ അല്ലെങ്കിൽ ദൈവമായിട്ടോ തന്നെ ചില ഭാഗങ്ങളിൽ പഴയ നിയമത്തിൽ പ്രവാചകന്മാരും ദൈവത്തെ അറിഞ്ഞവരും ഒക്കെ മനസ്സിലാക്കിയിരുന്നു. ഇപ്പോൾ ഗിദെയോന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ദൂതൻ, യഹോവയുടെ ദൂതൻ എന്ന് പറയുമ്പോൾ അത് യഹോവ പ്രത്യക്ഷപ്പെട്ടു എന്നുള്ള രീതിയിലാണ് അവരെ അതിനെ കാണുന്നത്. എന്ന് പറഞ്ഞ പോലെ പല ഇടങ്ങളിലും യഹോവയുടെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ദൈവം പ്രത്യക്ഷപ്പെടുന്നതായിട്ടും യഹോവയുടെ ദൂതൻ പറയുന്ന കാര്യങ്ങൾ ദൈവവചനമായിട്ടും അവർ ഉൾക്കൊണ്ടു. യഥാർത്ഥത്തിൽ അത് ദൈവത്തിൻ്റെ വചനം തന്നെയായിരുന്നു. പക്ഷേ മുകളിൽ നിന്ന് കൊടുത്തയച്ച കൽപ്പന ദൂതൻ മുഖാന്തരം ഇസ്രായേൽ മക്കൾക്ക് ലഭിച്ചപ്പോൾ അത് ദൈവത്തിൻ്റെ വചനമായി കൈക്കൊണ്ടു. അപ്പോൾ 2-ാം വാക്യത്തിൽ ദൂതൻ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും, അത് സ്ഥിരമായിരുന്നു. കാരണം ദൈവവചനമായിട്ട് അവർ കൈക്കൊണ്ടു. അത് അനുസരിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ഗുണങ്ങൾ അവർക്ക് ലഭിക്കുകയും ചെയ്തതിനാൽ അത് ദൈവവചനം തന്നെയായിരുന്നു. ദൈവത്തെ പോലെ തന്നെ ദൈവദൂതനെ അവർ കരുതിയിരുന്നു. ഇത് പഴയ നിയമത്തിലെ ഒരവസ്ഥയാണ്. എന്നാൽ താഴോട്ട് വരുമ്പോൾ മറ്റൊരു വചനത്തെ പറ്റിയും പറയുന്നുണ്ട്. അത് കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും എന്നുള്ള വചനമാണ്. 3-ാം വാക്യം, കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും. ഇത് ദൂതന്മാർ മുഖാന്തരമല്ല, ക്രിസ്തു നേരിട്ടുള്ളതാണ്. അതിന് തൊട്ടു മുമ്പിലത്തെ വാക്യത്തിൽ എന്താണ് പറഞ്ഞത്? ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത് സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തു എങ്കിൽ. അപ്പോൾ പഴയ നിയമത്തിൽ ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം അനുസരിച്ചവർക്ക് അതിന് തക്കതായ നന്മയും അതിനെ നിരസിച്ചവർക്ക് അതിന് തക്കതായ ശിക്ഷയും ലഭിച്ചിരുന്നു. അപ്പോൾ പഴയ നിയമത്തിലെ ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്യപ്പെട്ടിട്ടുള്ള വചന ഇത്രയും ഗൗരവമായ രീതിയിൽ അവർ അതിനെ കൈക്കൊണ്ടു എങ്കിൽ 3-ാം വാക്യം ഇനി വായിക്കുക. കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും. അപ്പോൾ ഇവിടെ 2-ാമത്തെ വചനം എന്ന് പറയുന്നത് ദൂതന്മാർ മുഖാന്തരമുള്ള വചനമല്ല, കർത്താവ് താൻ നേരിട്ട് പറഞ്ഞു തുടങ്ങിയ വചനങ്ങളാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വായിൽ നിന്ന് നേരിട്ട് ഈ വചനങ്ങൾ കിട്ടത്തക്കവണ്ണം നമ്മളെ പിതാവിൽ ചേർത്ത് നിർത്തി പുത്രൻ മുഖാന്തരം മുമ്പേ നമ്മൾ സൂചിപ്പിച്ചതുപോലെ he considered as his brothers and also children as well as friends. It granted the human race a unity with him. അങ്ങനെ നമുക്കിപ്പോൾ നേരിട്ടുള്ള സംഭാഷണമാണ്. കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും. അപ്പോൾ ആ പറഞ്ഞു തുടങ്ങിയതിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട്? കേട്ടത് മാത്രമല്ല, കണ്ടതുണ്ട്, അനുഭവിച്ചതുണ്ട്. എല്ലാറ്റിലും ഉപരിയായി പരിശുദ്ധാത്മാവെന്ന ഏക സത്യ വാഗ്ദത്തം, അതിൽ കൂടിയാണ് ഈ വചനത്തെ നമ്മൾ റൂഹായോടുകൂടി സ്വീകരിക്കുന്നത്. അപ്പോൾ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും അപ്പോൾ അത് കേട്ടതാണ്. ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പോൾ നമ്മൾ കണ്ടതും നമ്മൾ കേട്ടതും പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും. അപ്പോൾ യോഹന്നാന്റെ ലേഖനത്തിൽ ആദ്യം മുതൽ ഞങ്ങൾ കണ്ടതും ഞങ്ങൾ തൊട്ടതും ഞങ്ങൾ കേട്ടതുമായ ജീവൻ്റെ വചനം സംബന്ധിച്ചിട്ടുള്ള അരുളപ്പാട് എന്നുള്ള രീതിയിൽ യോഹന്നാന്റെ ലേഖനത്തിൽ
പറയുന്നുണ്ട് അല്ലേ? ആദ്യം മുതൽ ഞങ്ങൾ കണ്ടതും. യോഹന്നാൻ എഴുതിയ ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യം ലേഖനമാണ്. 1 യോഹന്നാൻ 1:1. ആദ്യം മുതലുള്ളതും ഞങ്ങൾ കണ്ടതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച്. അപ്പോൾ വചനം, അതിനകത്ത് കേൾവി മാത്രമല്ല, അതിൽ കാഴ്ചയുണ്ട്, വാക്കുകളുണ്ട്, തൊടലുണ്ട്, എല്ലാമുണ്ട്. അപ്പോൾ പഞ്ചേന്ദ്രിയങ്ങളുടെ ഒരു കൂട്ടായ്മ തന്നെ വചനത്തിലുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്ന വചനം വായിക്കുമ്പോൾ നമ്മുടെ കണ്ണും നമ്മുടെ മൂക്കും നമ്മുടെ ചെവിയും നമ്മുടെ ത്വക്കും നമ്മുടെ നാക്കും എല്ലാം അതിൽ ശ്രദ്ധ പതിപ്പിച്ചിരിക്കണം. അതുകൊണ്ട് എബ്രായകർത്താവും ആദ്യം തന്നെ പറയുകയാണ്, ലേഖനകർത്താവ് പറയുകയാണ്, നിങ്ങളിത് അതീവ ശ്രദ്ധയോടെ തന്നെ കേൾക്കണം. അപ്പോൾ ദൂതന്മാർ മുഖാന്തരമുള്ളൊരു വചനം, ഇവിടെ കർത്താവിൻ്റെ നേരിട്ടുള്ള വചനം. അപ്പോൾ ദൂതന്മാർ മുഖാന്തരമുള്ള വചനത്തിൽ തന്നെ അവർക്ക് അത് അനുസരിച്ചവർക്ക് നന്മയും അതിനെ നിരസിച്ചവർക്ക് അതിന് തക്കതായ ശിക്ഷയും ലഭിച്ചുവെങ്കിൽ, കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ. അപ്പോൾ കേട്ടവരെന്ത് ചെയ്യണം? മറ്റുള്ളവർക്ക് അത് ഉറപ്പിച്ചു കൊടുക്കണം. വചനം നമ്മൾ ഗ്രഹിക്കുമ്പോൾ നമ്മൾ ആ ആനന്ദം അനുഭവിച്ചു കഴിഞ്ഞാൽ ആ ആനന്ദത്തിൻ്റെ മർമ്മങ്ങളെ ദൈവം വെളിപ്പെടുത്തി തരുന്നവയെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം. അത് വീടുകളിൽ ചെയ്യാം, കൂട്ടുകാരൊത്ത് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നിട്ടുണ്ടത്. അപ്പം നമുക്കെങ്ങനെയാണ് ഇത് കൈമാറി കിട്ടിയത്? വിശ്വാസം വന്നത് എങ്ങനെയാണ്? കേൾവിയാലാണ്. ആദ്യം കേൾവിയാലാണ് വരുന്നത്. ആ കേൾവി വരുന്നതിൻ്റെ ഉറവിടം ക്രിസ്തുവിൻ്റെ വചനത്താലാണ്. വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലുമാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ലേഖനം 10-ാം അധ്യായത്തിലുണ്ട് 17-ാം വാക്യം. അപ്പോൾ നമ്മൾ കേട്ടത് നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞ് അവിടെ ഹൃദയങ്ങളിൽ അത് ഉറപ്പിക്കണം. അങ്ങനെയുള്ള വചനം ഇത്ര വലിയ ആ ഗണ്യമാക്കാതെ പോയാൽ, അങ്ങനെയുള്ള വചനത്തിൻ്റെ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ നമ്മൾ എങ്ങനെ തെറ്റി ഒഴിയും എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് തെറ്റി മാറിപ്പോകത്തില്ല. അത് നമുക്ക് മാമോദീസ ഏറ്റ് മുദ്രയേറ്റവർ ഇത് അവകാശമാക്കണമെന്ന് മാത്രമല്ല, ഇറ്റ് ഈസ് മാൻഡേറ്ററിയാണ്. വചനം കൈക്കൊള്ളണം, ഉൾക്കൊള്ളണം എന്നുള്ളത് വളരെയധികം മാൻഡേറ്ററിയാണ്. വചനത്തിൽ അടിസ്ഥാനപ്പെടാതെ ക്രിസ്തീയ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ വളരെയധികം പ്രയാസമാണ്. ഈ കാര്യമാണ് സൂചിപ്പിക്കുന്നത്. നമുക്ക് ഒരു കോട്ട് ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ഇഫ് ദ ഡിവൈൻ വേർഡ് delivered in the Old Testament has its power and sanctify us till today, and no one can disobey it, how about the divine word which came through the Logos, the word? നമ്മൾ പറഞ്ഞ കാര്യം തന്നെ ഇംഗ്ലീഷ് വേർഷനിൽ സെയിൻറ്റ് ക്രിസോസ്റ്റം പറഞ്ഞിരിക്കുന്ന വാക്കുകളാണ്. ഇഫ് ദ ഡിവൈൻ വേർഡ് ഡെലിവേർഡ് ഇൻ ദ ഓൾഡ് ടെസ്റ്റ്മെന്റ് ഹാസ് ഇറ്റ്സ് പവർ ആൻഡ് സാങ്ക്ടിഫൈ us till today. പഴയ നിയമത്തിലെ വചനങ്ങൾ പോലും നമ്മളെ ഇപ്പോഴും ശുദ്ധീകരിക്കുന്നതാണ്. ദൈവത്തിൻ്റെ വചനം തന്നെയാണല്ലോ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും എല്ലാം. അത് ദൂതന്മാർ മുഖാന്തരമായാലും ദൈവം നേരിട്ടുള്ളതായാലും നമ്മളെ ഇപ്പോഴും ശുദ്ധീകരിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ, ഹൗ അബൌട്ട് ദ ഡിവൈൻ വേർഡ് വിച്ച് കെയിം ത്രൂ ദ ലോഗോസ്, ദ വേർഡ്. ലോഗോസായി വന്ന കർത്താവിൻ്റെ നേരിട്ടുള്ള, കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും നമ്മൾ അനുഭവിച്ചതും ആ അനുഭവത്തിൽ കൂടെ മറ്റുള്ളവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ വചനത്തെ ഗണ്യമാക്കാതെ പോയാൽ നമ്മൾ എങ്ങനെ തെറ്റിയൊഴിയും? ഇന്നത്തെ ഒരു വലിയൊരു പ്രശ്നം അതാണ്, വചനത്തെ ഗണ്യമാക്കുന്നില്ല. അതുകൊണ്ട് എന്താണ്? ദൈവീകതയുടെ യഥാർത്ഥ മൂല്യത്തെ നമുക്ക് മനസ്സിലാവുന്നില്ല. വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ വെച്ചും നമ്മൾ ബഹളം ഉണ്ടാക്കുകയും വഴക്കുണ്ടാക്കുകയും ദേവാലയത്തിൻ്റെ അന്തരീക്ഷം മലിനമാകത്തക്കവണ്ണം അതിനെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യാതെ അവിടെ നിന്ന് അസഭ്യവാക്കുകൾ പറയുകയും ബഹളം ഉണ്ടാക്കുകയും, മദ്ബായിൽ നിൽക്കുമ്പോഴും താഴെ നിൽക്കുമ്പോഴും അവിടെ നടക്കുന്ന പരിശുദ്ധമായ ശുശ്രൂഷ എന്താണെന്ന് മനസ്സിലാക്കാതെ നിസ്സാര കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ മാറിപ്പോവുകയൊക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഈ രക്ഷയെ യഥാർത്ഥമായി ഗണ്യമാക്കിയിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ എങ്ങനെ തെറ്റിയൊഴിയും? തെറ്റിയൊഴിയാൻ പറ്റില്ല. ബിക്കോസ് ദിസ് ഈസ് മാൻഡേറ്ററി. യു ഹാവ് ടു ലേൺ ഇറ്റ്, you have to study it, you have to meditate on it, get the revelations and be in rejoicement with Lord Jesus Christ എന്നുള്ളതാണ്. അപ്പോൾ no one
can keep himself away from this. How about the divine word which came through the Logos, the word himself, who came to save us with his blood, confirming his incarnation through miracles, wonders, different powers and gifts of the Holy Spirit. By this comparison, the apostles wanted to drive us to be persevering in obeying the living word of God. അതായത് ദൈവവചനത്തിൻ്റെ അനുസരണത്തിൽ നമ്മളായിരിക്കണമെന്ന് നമ്മളെ സൂക്ഷ്മതയോടെ ആഹ്വാനം അപ്പോസ്തലൻ നിർവഹിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ബോധ്യത്തോടുകൂടി ഇതിനെ ശ്രദ്ധയോടെ നമ്മൾ കൈകാര്യം ചെയ്യണം. 5-ാം വാക്യം, നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകത്തെ അവൻ ദൂതന്മാർക്കല്ലല്ലോ കീഴ്പ്പെടുത്തിയത്. എന്നാൽ മനുഷ്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്? മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം? നീ അവനെ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി, തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി, സകലം അവൻ്റെ കാൽ കീഴാക്കിയിരിക്കുന്നു എന്ന് ഒരുവൻ ഒരിടത്ത് സാക്ഷ്യം പറയുന്നു. അത് ഇത്രയും നീട്ടി വായിക്കുവാൻ കാരണം ഈ പറഞ്ഞിരിക്കുന്നത് എവിടെയാണ്? 8-ാം സങ്കീർത്തനമാണ്. 8-ാം സങ്കീർത്തനങ്ങളിൽ ഒരുവൻ ഒരിടത്ത് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത് സങ്കീർത്തനക്കാരൻ ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? നമുക്ക് 8-ാം സങ്കീർത്തനം ഒന്ന് നോക്കാം. 8-ാം സങ്കീർത്തനത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? നിങ്ങളുടെ കർത്താവായ യഹോവേ, നിന്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. കർത്താവിൻ്റെ നാമം അതിശ്രേഷ്ഠമാണ്. എന്താണ്? നീ ആകാശത്തിൽ നിന്റെ തേജസ് വിരിച്ചിരിക്കുന്നു. നിന്റെ വൈരികൾ നിമിത്തം ശത്രുവിനെയും പകയിനെയും മിണ്ടാതാക്കുവാൻ തന്നെ നീ ശിശുക്കളുടെയും മുലവിളിക്കുന്നവരുടെയും വായിൽ നിന്ന് ബലം നിയമിച്ചിരിക്കുന്നു. നിന്റെ വിരലുടെ പണിയായ ആകാശത്തെയും നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ മർത്യനെ നീ ഓർക്കേണ്ടതിന് അവനെന്ത്? മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം? നമ്മളൊന്നുമില്ല. ദൈവസൃഷ്ടിയുടെ മുമ്പിൽ നമ്മൾ ഒന്നുമില്ല, സീറോയാണ്. ഡയമെൻഷൻ 12, നമ്മൾ 3, വെറും 3. 4th തന്നെ നമുക്ക് മനസ്സിലാകാത്ത മറ്റേതോ ലോകമാണ്. അപ്പോൾ പിന്നെ 12th എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബുദ്ധിക്ക് എത്തത്തില്ല. അതാണ് എനിക്ക് ബുദ്ധിക്ക് എത്താത്ത വൻ കാര്യങ്ങളിലും അത്ഭുത വിഷയങ്ങളിലും ഞാൻ ഇടപെടുന്നില്ല എന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞത് ചിലപ്പോൾ ദൈവത്തിൻ്റെ ഡയമെൻഷൻ അവൻ എന്താണെന്ന് മനസ്സിലായി കാണും. എനിക്ക് എത്തിപ്പെടാത്ത ബുദ്ധിയിലും വൻ കാര്യങ്ങളിലും ഞാൻ ഇടപെടുന്നില്ല, പക്ഷെ നീ എൻ്റെ പ്രാണനെ താലോലിച്ച് മിണ്ടാതാക്കിയിരിക്കുന്നു എന്നാണ്. ഇനി അപ്പോൾ മനുഷ്യനെ സന്ദർശിക്കേണ്ടതിന്, ഇൻകാർണേഷൻ എടുക്കേണ്ടതിന്, ജഡാവതാരമായി കർത്താവ് വരുന്നതിന് നമ്മൾ എന്തുള്ളൂ എന്ന് ചോദിക്കുകയാണ്. പക്ഷേ ഇനിയും വേറെ ഡയമെൻഷനിലൂടെയാണ് ബാക്കി ഭാഗം വായിക്കേണ്ടത്. നീ അവനെ ഇപ്പോൾ പിതാവാം ദൈവം അവനെ, ക്രിസ്തുവിനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൂതന്മാരെക്കാളിലും താഴ്ന്നു വന്നു. പക്ഷേ ദൂതന്മാരിൽ താഴ്ന്നവനാണോ? അല്ല. നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയും ആക്കി, സകലത്തെയും അവൻ്റെ കാൽ കീഴാക്കിയിരിക്കുന്നു. ആടുകളെയും കാളകളെയും എല്ലാ കാട്ടിലെയും മൃഗങ്ങളെയും ഒക്കെയും, ആകാശത്തിലെ പക്ഷികളെയും സമുദ്രത്തിലെ മത്സ്യങ്ങളെയും സമുദ്രമാർഗങ്ങളിൽ സഞ്ചരിക്കുന്ന സകലത്തെയും തന്നെ നമ്മുടെ കർത്താവായ യഹോവയുടെ നാമം ഭൂമിയിലൊക്കെ എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു എന്ന് 8-ാം സങ്കീർത്തനത്തിൽ പറയുന്നതിൻ്റെ ഒരു ഭാഗം ഇവിടെ ഉദ്ധരിച്ചുകൊണ്ട് പൗലോസ്ലീഹ ഒരു കാര്യം നമ്മളെ പഠിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. നമുക്കൊന്നുകൂടെ വായിക്കാം. എബ്രായർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യം. നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകത്തെ അവൻ ദൂതന്മാർക്കല്ലല്ലോ കീഴ്പ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ ഒരു വാക്ക് ശ്രദ്ധിക്കണം. നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകം. നമ്മൾ 1-ാം അധ്യായത്തിൽ 6-ാം വാക്യത്തിൽ ഒരു വാക്ക് പഠിച്ചു. ആദിജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ. അപ്പോൾ ഭൂതലത്തിലേക്ക് എന്ന് പറഞ്ഞിരിക്കുന്നിടത്ത് അവിടെ സ്ലീഹ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വാക്ക് ഒയ്ക്കൂമേനേൻ എന്നാണ്. ഒയ്ക്കൂമേനേൻ അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ്. ആ വാക്കിൻ്റെ അർത്ഥം എന്താണ്? ദ വേൾഡ് ടു കം എന്നാണ്. വേൾഡ് ടു കം എന്ന് പറഞ്ഞാൽ ഭാവി ലോകം എന്നുള്ളതല്ല. ഇവിടെ 5-ാം വാക്യത്തിൽ ഒരു ഭാവി ലോകത്തെപ്പറ്റി പറയുന്നുണ്ട്. അപ്പോൾ ഭാവി എന്ന് പറയുന്നത് ഈ കാലങ്ങളിലുള്ള ഭാവിയല്ലത്, ടെൻസ് അനുസരിച്ചുള്ള ഭാവിയല്ല. ഭാവി ലോകം എന്ന് പറഞ്ഞാൽ ഇപ്പം നാളെ എന്ന് പറയുമ്പോൾ നമുക്ക് ഭാവി ലോകമാണ്. അങ്ങനെ ഒരു ഭാവി ലോകത്തെ പറ്റിയല്ല ഇവിടെ പറയുന്നത്. ഒയ്ക്കൂമേനേൻ എന്ന് പറഞ്ഞാൽ റിഡീംഡ് വേൾഡ്, ദ വേൾഡ് കം ഓർ
the reformed world through the blood of Jesus Christ. Reformed എന്നുള്ള വാക്കല്ല, restored world എന്ന് പറയാം. Restoring or redemption. Redemption കഴിഞ്ഞാണ് റെസ്റ്റോറിങ് വരുന്നത്. അപ്പോൾ redeemed വേൾഡിനെയാണ് ഒയ്ക്യുമെനേൻ എന്ന് പറയുന്നത്. അപ്പോൾ അതേ വാക്ക് തന്നെയാണ് ആദിജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇൻകാർണേഷൻ സംഭവിക്കുമ്പോൾ തന്നെ ലോകത്ത് റിഡംഷൻ ആരംഭിച്ചു കഴിഞ്ഞു. അതിൻ്റെ പൂർത്തീകരണമാണ് ഉയർപ്പിൽ നടന്നത്, പൂർത്തീകരണം. പിന്നെ ആ വേൾഡിനെ പിന്നെ നവീകരണമാണ് പരിശുദ്ധാത്മാവിൻ്റെ പെന്തിക്കോസ്തി അഭിഷേകത്താൽ ചെയ്യുന്നത്. ഈ കാര്യം ശ്രദ്ധിച്ച് പഠിക്കുക. കർത്താവ് തൻ്റെ കാൽവറിയാകത്താൽ ഇൻകാർണേഷൻ വന്നപ്പോൾ തന്നെ റിഡംഷൻ ആരംഭിച്ചു. അത് തൻ്റെ കാൽവറിയാകത്താലും ഉയർപ്പിനാലും അത് പൂർത്തീകരിച്ചു. പരിശുദ്ധാത്മാവിനാൽ അതിനെ റിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതേ പ്രോസസ്സ് തന്നെയാണ് നമ്മുടെ ഉള്ളിലും നടക്കുന്നത്. ഈ റിന്യൂവൽ നടക്കുന്നില്ല, അതാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്? ഭാവി ലോകത്തെ അവൻ ദൂതന്മാർക്കല്ലല്ലോ കീഴ്പ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ 1-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒയ്ക്യുമെനേൻ എന്ന അതേ ഗ്രീക്ക് വാക്ക് തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അന്നേരം ഞാൻ സൂചിപ്പിച്ചിരുന്നു, ഇത് വേൾഡ് ടു കം, എ വേൾഡ് ടു കം എന്ന് പറഞ്ഞാൽ റെഡീംഡ് വേൾഡ് എന്നാണ് അർത്ഥം. ഇവിടെയും അതേ വാക്ക് തന്നെ ഉപയോഗിച്ചിരിക്കുന്നുണ്ട്. ഭാവി ലോകം എന്ന് പറയുന്നത് നമ്മളൊരു ടെൻസ് വെച്ച് സമയം വെച്ചുള്ള നാളെ എന്നുള്ള ഭാവി എന്നുള്ള അർത്ഥമല്ല, അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞ്, അല്ലെങ്കിൽ പിന്നെ എങ്ങോ വരുവാനിരിക്കുന്ന ലോകത്തെ പറ്റിയൊന്നുമല്ല. ഇത് കർത്താവ് വീണ്ടെടുത്ത ലോകം. ആ ലോകം ദൂതന്മാർക്കല്ല കീഴ്പ്പെടുത്തി വെച്ചിരിക്കുന്നത്, പിന്നെ ആർക്കാണ്? കർത്താവിനാണ്. അതാണ് പൗലോസ്ലീഹ പറയുന്നത്, നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകത്തെ എന്ന് പറഞ്ഞാൽ ഈ വീണ്ടെടുക്കപ്പെട്ട നമ്മളുടെ ഈ ശരീരത്തെ എല്ലാം അതിനകത്ത് ഉദ്ദേശിക്കുന്നുണ്ട്. വീണ്ടെടുക്കപ്പെട്ട നമ്മുടെ ശരീരം, ദേഹി, ആത്മാവ്, സൃഷ്ടി, ഇവയെല്ലാം ചേർത്തുള്ളതിനെയാണ് ഈ ലോകം എന്ന് പറയുന്നത്. അല്ലാതെ ഈ ഭൂമി ജോഗ്രാഫിക്കൽ ഏരിയ അല്ല. ഒരിക്കലും നിങ്ങൾ ആ രീതിയിൽ എടുക്കരുത്. ഈ സൃഷ്ടി മുഴുവനും അതിനകത്ത് നമ്മളെല്ലാം ഉൾപ്പെടും. നമ്മുടെ ശരീരം, ദേഹി, ആത്മാവ്, സൃഷ്ടി എല്ലാം ഉൾപ്പെടും. ആ ലോകത്തിന് അധികാരിയായിരിക്കുന്നവൻ കർത്താവാണ്. അതിനെ ദൂതന്മാർക്കല്ല കീഴ്പ്പെടുത്തി വച്ചിരിക്കുന്നത്. എന്നാൽ റിഡംഷന് മുമ്പ് ഇത് ദൂതന്മാർക്കും കീഴ്പ്പെട്ടിരുന്നു. ഇവിടെ പൗലോസ്ലീഹ പറയാണ്, നാം പ്രസ്താവിക്കുന്ന ആ റിഡീംഡ് വേൾഡ്, വീണ്ടെടുക്കപ്പെട്ട ലോകം അല്ലെങ്കിൽ ഭാവി ലോകത്തെ അവൻ ദൂതന്മാർക്കല്ലല്ലോ കീഴ്പ്പെടുത്തി ഇരിക്കുന്നത്. എന്നാൽ മനുഷ്യനെ നീ ഓർക്കേണ്ടതിന് അവനെന്ത്. ഇനി 8-ാം സങ്കീർത്തനം വായിക്കുകയാണ്. എങ്കിലും മനുഷ്യനെ നീ ഓർത്തു, എന്നിട്ടോ മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം, നീ അവനെ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി. ഈ സങ്കീർത്തനത്തിൽ 8-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി എന്നാണല്ലേ? അതെ, നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം, ദൂതൻ, ദൈവം എന്ന് പറയുന്ന പ്രയോഗങ്ങൾ പഴയ നിയമത്തിൽ ചിലപ്പോൾ ഒരുപോലത്തെ അവസ്ഥയിലൊക്കെ വരും. ഇവിടെ കണ്ടോ, ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി. സങ്കീർത്തനങ്ങൾ എഴുതിയിരിക്കുന്നത് നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി എന്നാണ്. അതാണ് ഈ കമ്പാരിസൺ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. എന്നിട്ടോ തേജസ്സും ബഹുമാനം അവനെ അണിയിച്ചു, നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി, സകലവും അവൻ്റെ കാൽക്കീഴാക്കി വെച്ചിരിക്കുന്നു എന്ന് ഒരുവൻ ഒരിടത്ത് പറയുന്നു. Saint Augustine says that the psalm here refers to the submission of all creation. Saint Augustine പറയുന്നത് ഈ സങ്കീർത്തനം സൃഷ്ടി മുഴുവൻ പുത്രന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. Whether in heaven or in earth, to the incarnate Son എന്നാണ്. Saint Augustine says that the psalm here refers to the submission of all the creation, whether in heaven or on the earth, to the incarnate Son. He agrees with Origen also, who says that the Lord, being humble, united the heavenly creatures with the earthly ones. Origen എന്താണ് പറയുന്നത്? The Lord being humble, അവൻ താഴ്ന്നിറങ്ങി വന്നിട്ട് എന്ത് ചെയ്തു? United the creatures in heaven with the earthly ones. The angelic host with humans, to unite all as members in one body that is His,
for he is the head of the church, which united heaven and earth in one spirit. കർത്താവിലെല്ലാം ഒന്നായിരിക്കുന്നു, സകലത്തെ അവൻ്റെ കാൽ കീഴാക്കി വെച്ചിരിക്കുന്നു. എല്ലാവരെയും ചേർത്തുള്ള ഒരു ദൈവരാജ്യത്തെ പറ്റിയാണ് പറയുന്നത്. എല്ലാവരെയും ചേർത്തുള്ള ഒരു ദൈവരാജ്യം. അപ്പോൾ ഇവിടെ ദൈവരാജ്യം എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ നമുക്കൊന്ന് തൽക്കാലത്തേക്ക് വിവേക്ഷിക്കാം. ഒന്ന്, ഭൂമിയിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാണപ്പെടുന്ന ദൈവരാജ്യം. ഏതാണ്? ഭൂമിയിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാണപ്പെടുന്ന ദൈവരാജ്യം. മറ്റൊന്നെന്ന് പറയുന്നത് സ്വർഗത്തിലെ കാണപ്പെടാത്ത ദൈവരാജ്യം. നമ്മുടെ ഈ നഗ്ന നേത്രങ്ങൾ കൊണ്ട് അത് കാണുവാൻ സാധ്യമല്ല, എന്നാൽ അതിൻ്റെ അംശങ്ങൾ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അതിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മൾ മുഖാമുഖമായി കാണുമ്പോൾ എത്തിപ്പെടും. അപ്പോൾ സ്വർഗത്തിലെ ദൈവരാജ്യവും ഭൂമിയിലെ ദൈവരാജ്യം ഇവയെ തമ്മിൽ ഒന്നിപ്പിക്കുന്ന സംഗമമാണ് സത്യത്തിൽ വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. അത് സാധ്യമായത് കർത്താവിൻ്റെ ഈ താഴ്മയിലൂടെയാണ്. ഇതൊക്കെയാണ് പൗലോസ് ഇവിടെ എല്ലാം സമർത്ഥിച്ചു കൊണ്ടുവരുവാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. സ്വർഗത്തിലുള്ള കാണപ്പെടാത്ത ദൈവരാജ്യവും ഭൂമിയിലുള്ള കാണപ്പെടുന്ന നമ്മൾ അനുഭവിക്കുന്ന ദൈവരാജ്യം കൂടെ ഒന്നിപ്പിച്ച് ഒറ്റ വൺ യൂണിറ്റിൽ ആക്കി നിർത്തുന്നത് കർത്താവിൻ്റെ ഇൻകാർണേഷനിലൂടെയാണ്. ആ സംഗമം നടക്കുന്ന എവിടെയാണ്? വിശുദ്ധ കുർബാനയിൽ മാത്രമാണ്. വേർ ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് ഈസ് വെനറേറ്റഡ്, ദർ ഈസ് ദ കിങ്ഡം ഓഫ് ഗോഡ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതും. ആ കിങ്ഡം ഓഫ് ഗോഡിൽ നമ്മൾ പങ്കാളികളായതിനു ശേഷം പരിശുദ്ധാത്മാവ് നമ്മളെ റിന്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ പാപത്തെ ചേർത്ത് മുന്നോട്ടുള്ള യാത്ര ഉണ്ടാവുന്നത്. അപ്പോൾ ഈ സംഗമത്തിൽ നിന്ന്, ഈ ദൈവരാജ്യത്തിൽ നിന്ന് ഒരാൾ പോലും നഷ്ടപ്പെടുവാൻ ആഗ്രഹിക്കുന്നില്ല. നഷ്ടപ്പെട്ടു പോയാൽ അതിനെ അന്വേഷിച്ച് പോകും. അത് ഏദൻ തോട്ടത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഏദൻ തോട്ടത്തിൽ യഥാർത്ഥത്തിൽ 100 ആടുകളുള്ള ഒരുത്തൻ്റെ ഒരാടിനെ നഷ്ടപ്പെട്ടു പോയപ്പോൾ ആ ഇടയൻ ആ ഒരാടിനെ അന്വേഷിച്ച് പുറപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഈ ആദമിനെ അന്വേഷിച്ച് പുറപ്പെട്ടത് അതുകൊണ്ടാണ്. ദൈവരാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന ആദാം ദൈവരാജ്യത്തിൽ നീക്കപ്പെട്ടപ്പോൾ അവനെ പുറത്താക്കിയെങ്കിലും ആ ഒറ്റയാടിനെ അന്വേഷിച്ച് പോയതിൻ്റെ ഭാഗമായിട്ടാണ് ഇൻകാർണേഷൻ സംഭവിച്ചിരിക്കുന്നത് എന്ന് പിതാക്കന്മാർ സമർത്ഥിക്കുന്നുണ്ട്. വളരെ സുന്ദരമായൊരു വ്യാഖ്യാനമാണത്. വളരെ സുന്ദരമായൊരു വ്യാഖ്യാനം. ഒരിടയന് 100 ആടുകളുണ്ടായിരുന്നു, ഒരെണ്ണം നഷ്ടപ്പെട്ടു പോയി. 99 വിട്ടേച്ച് ഈ ഒന്നിൻ്റെ പുറകെ പോയി. ആ ഒന്നെന്ന് പറയുന്നത് ആദമായിരുന്നു എന്ന്. അവനെ വീണ്ടെടുക്കാൻ വേണ്ടിയാണ്, ആ ഒന്നിനെ വീണ്ടെടുക്കുവാനാണ് സ്വർഗത്തിൻ്റെ മഹിമ വെടിഞ്ഞ് താഴേക്ക് വന്നത്. ദ ഹ്യൂമിലിറ്റി ഓഫ് അവർ ലോർഡ് ടിൽ ദ ഡെത്ത് ഓഫ് ദ ക്രോസ് ഈസ് ദ റോഡ് ടു ദ കിങ്ഡം എന്ന് പറയും. എന്താണ്? ദ ഹ്യൂമിലിറ്റി ഓഫ് അവർ ലോർഡ് ടിൽ ദ ഡെത്ത് ഈസ് ദ റോഡ് to the kingdom of heaven. Saint John Chrysostom പറയുന്നുണ്ട്, the Son of God visited us when we were nothing. Since he carried what is ours, that is our humanity, and united with us, he became the greatest of all. നമ്മൾ ശരിക്ക് സൂക്ഷ്മതയോടെ ധ്യാനിക്കേണ്ട ഒരു കാര്യമാണ് ഈ പറയുന്നത്. ഒന്നുകൂടെ വായിക്കാം. Saint Chrysostom says, the Son of God visited us when we were nothing. നമുക്കൊന്നുമില്ലാതിരുന്ന അവസ്ഥ, നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന അവസ്ഥയിലാണ് പുത്രൻ നമ്മളെ സന്ദർശിച്ചത്. എന്നിട്ട് എന്താണ് ചെയ്തത്? സിൻസ് ഹി ക്യാരീഡ് വാട്ട് ഈസ് അവേഴ്സ്, നമ്മുടേത് എന്തായിരുന്നോ, വീണ താണ നശിച്ചു പോകുന്ന ജീർണിച്ച ശരീരം അവൻ ഏറ്റെടുത്തു. നമ്മൾ പാടില്ലേ പ്രഭാത നമസ്കാരത്തിൽ, നഷ്ടമതാം തന്നുരുവം വീണ്ടാതാമിൻ ജീർണശരീരം പുതുതാക്കാനായി മൃതലോകത്തെ കല്ലോ ദൈവമിറങ്ങി. നഷ്ടമതാം തന്നുരവം വീണ്ടാതാമിൻ ജീർണശരീരം, നഷ്ടപ്പെട്ട തൻ്റെ ആ അവസ്ഥയെ, ജീർണിച്ചു പോയ തൻ്റെ അവസ്ഥയെ വീണ്ടെടുക്കാൻ വേണ്ടി ആ ജീർണിച്ച ശരീരത്തെ താൻ പാപമില്ലാതെ, പാപമൊഴിയെ എല്ലാറ്റിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനായി പുത്രൻ തമ്പുരാൻ ഇറങ്ങി വന്നിരിക്കുന്നു.
അതാണ് സെയിൻറ്റ് ക്രിസോസ്റ്റം പറയുന്നത്, the Son of God visited us when we were nothing. Since he carried what is ours, that's our humanity, and united with us, he became the greatest of all. ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തിയെങ്കിലും, ദൂതന്മാരെ പോലെ അല്പം മാത്രം താഴ്ത്തിയെങ്കിലും, he became the greatest of all, and അവൻ സകലത്തിനും അധികാരിയായി എല്ലാം അവൻ്റെ കാൽ കീഴാക്കുകയും ചെയ്തു. This is the road of our submission to his kingdom. This is the road of our submission to his kingdom. As our representative, he submitted to the Father. നമ്മളെ പ്രതിനിധീകരിച്ച് അവൻ പിതാവിനെ സ്വയമായിട്ട് സമർപ്പിച്ചു. By his own free will, suffering till death. Thus we submitted to the Father and to him too. ആയതിനാൽ നമ്മൾ പിതാവിനും പുത്രനും അവനിൽ കൂടി നമ്മൾ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു. Our submission to the Father is through the submission of the Son to him. കർത്താവ് പിതാവിന് സമർപ്പിച്ചതിനാൽ നമ്മൾ പിതാവിന് സമർപ്പിക്കപ്പെട്ടവരായി അവൻ്റെ ആ സബ്മിഷനാൽ നമുക്ക് അവകാശമായി കിട്ടിയിരിക്കുന്നു. ആൻഡ് ഇറ്റ് ഈസ് അച്ചീവ്ഡ് ത്രൂ അവർ സബ്മിഷൻ ഓൾസോ ടു ദ സൺ. അത് കർത്താവിന് നമ്മളെ തന്നെ സമർപ്പിക്കുന്നതിലൂടെയാണ് പിതാവ് നമ്മളെ ഏറ്റെടുക്കുന്നത്. Yet there is a difference between our submission to the Father and the Son and the submission of the Son himself to his Father. അതായത് പുത്രൻ പിതാവിന് സമർപ്പിക്കുന്ന സമർപ്പണം എന്ന് പറയുന്നത്, അതായത് പിതാവ് പുത്രന് സകല അധികാരം കൊടുത്തു, എന്നാൽ പുത്രന് പിതാവിൻ്റെ കീഴിൽ തന്നെ ആകുന്നു എന്ന് പറയുന്ന 1 കൊരിന്ത്യർ 15 അധ്യായത്തിലുണ്ട്. അത് നമുക്കൊന്ന് വായിക്കാം. അതുപോലെയല്ല നമ്മൾ പുത്രന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടെ ജോൺ ക്രിസോസ്റ്റം പറയുന്നുണ്ട്. യെറ്റ് ദർ ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ അവർ സബ്മിഷൻ ടു ദ ഫാദർ ആൻഡ് ദ സൺ ആൻഡ് ദ സബ്മിഷൻ ഓഫ് ദ സൺ ഹിംസെൽഫ് ടു ഹിസ് ഫാദർ. അതാണ്. അപ്പോൾ ഈ ഒരു ബോധ്യത്തോടു കൂടി നമ്മൾ ഇതിനെ ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ ക്രിസ്തു സ്നേഹം നമ്മളിൽ വർദ്ധിക്കും. ഇവിടെ ഒരു കാര്യം കൂടെ നമ്മൾ ഈ 8-ാം വാക്യത്തിൽ മനസ്സിലാക്കണം. ഈ സങ്കീർത്തനം ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞതിന് ശേഷം ഇപ്രകാരം പൗലോസ്ലീഹ പഠിപ്പിക്കുകയാണ്, സകലവും അവന് കീഴാക്കിയതിൽ ഒന്നിനെയും കീഴ്പ്പെടുത്താതെ വിട്ടിട്ടില്ല. അത് ശ്രദ്ധിച്ചോളണം. ഇവിടെ മനസ്സിലാകാൻ സാധ്യതയില്ലാത്തൊരു വാക്യമുണ്ട്. അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി പോകണം. 8-ാം വാക്യം മുഴുവൻ വായിക്കാം. സകലവും അവൻ്റെ കാൽ കീഴെ ആക്കിയിരിക്കുന്നു എന്ന് ഒരുവൻ ഒരിടത്ത് സാക്ഷ്യം പറയുന്നു. സങ്കീർത്തനം ഉദ്ധരിച്ചുകൊണ്ട് അത് പൂർത്തീകരിച്ചതിന് ശേഷം പറയുകയാണ്, സകലവും അവന് കീഴാക്കിയതിൽ ഒന്നിനെയും കീഴ്പ്പെടുത്താതെ വിട്ടിട്ടില്ല. കാരണം ഇൻകാർണേഷനോടുകൂടി സകലവും അവന് കീഴായി തീർന്നു. പിതാവ് അവനെ സകലവും അധികാരവും ഏൽപ്പിച്ചു. ഇനിയും പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിക്കണം. ഫിലിപ്പിയർ 2:5 ഇൻകാർണേഷൻ്റെ താഴ്മ വിശദീകരിച്ചിട്ട് അടുത്ത വാക്യം ശ്രദ്ധിക്കണം. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചോളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു എന്നുള്ള ഇൻകാർണേഷൻ്റെ കാര്യത്തെപ്പറ്റി പൗലോസ്ലീഹ അവിടെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇൻകാർണേഷൻ സംഭവിച്ചുകൊണ്ട് എന്താണ് അതിൻ്റെ പ്രതിഫലമായി വന്നത്? 9-ാം വാക്യം ഫിലിപ്പിയർ 2:9. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിൻ്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവ് എന്ന് പിതാവാം ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. സകലം അവന് കീഴ്പ്പെടും, കീഴാക്കപ്പെടും എന്നുള്ളതാണ്. എന്നാൽ ഈ 8-ാം വാക്യത്തിൽ തന്നെ മറ്റൊരു കാര്യം പറയുന്നുണ്ട്. അത് മനസ്സിലാക്കി പോയില്ലെങ്കിൽ ഇതെന്താണ് മേളിൽ പറഞ്ഞിരിക്കുന്നതെന്ന് പിടികിട്ടിയില്ല. വായിക്കാം. സകലം അവന് കീഴാക്കിയതിൽ ഒന്നിനെയും കീഴ്പ്പെടുത്താതെ വിട്ടിട്ടില്ല, എന്നാൽ ഇപ്പോൾ സകലവും അവന് കീഴ്പ്പെട്ടതായി കാണുന്നില്ല. അതെന്താണ്? ഇപ്പോൾ സകലവും അവന് കീഴ്പ്പെട്ടതായി കാണുന്നില്ല. ആ കാര്യം നമ്മൾ പഠിക്കണം. അതായത് പുത്രൻ്റെ കീഴിലാണ് എല്ലാം. പക്ഷേ ഒരാൾ മാത്രം
ആ കീഴ്പ്പെടൽ സമ്മതിച്ചു കൊടുത്തിട്ടില്ല. അവൻ്റെ കാൽവറി യാത്രയുടെ എല്ലാം കീഴ്പ്പെട്ടു. അത് മരണത്തിൻ്റെ അധിപനായ ലൂസിഫറാണ്. അവൻ പൂർണ്ണമായും കീഴ്പ്പെടുന്ന കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ കർത്താവ് രാജ്യം പിതാവാം ദൈവത്തെ തിരികെ ഏൽപ്പിക്കും. അതുവരെ ഈ മരണത്തിൻ്റെ വാഴ്ചയ്ക്കുള്ള അവകാശം നമ്മൾ അവൻ അനുവദിച്ചു കൊടുക്കുമെങ്കിൽ അവൻ നമ്മുടെ മേൽ വാഴും. എന്നാൽ ഒരുത്തൻ ക്രിസ്തുവിൽ ആയാൽ, എൻ ക്രിസ്തുസിൽ ആയാൽ മരണത്തെ ജയിക്കുവാൻ അവന് സാധിക്കുകയും ചെയ്യും. നമുക്ക് 1 കൊരിന്ത്യർ 15 അധ്യായം 24 വാക്യം തൊട്ട് ഒന്ന് വായിക്കാം. 1 കൊരിന്ത്യർ 15 അധ്യായം 24 വാക്യം. പിന്നെ അവസാനം അന്ന് അവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവാം ദൈവത്തെ ഏൽപ്പിക്കും. അവൻ സകല ശത്രുക്കളെയും കാൽക്കീഴാക്കുവോളം വാഴേണ്ടതാകുന്നു. ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും. ആ ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും. അത് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ ആണ് സംഭവിക്കുന്നതെങ്കിൽ അവൻ ഇപ്പോഴും അവൻ്റെ തോൽവി സമ്മതിക്കാതെ, തോറ്റിട്ടും തോൽവി സമ്മതിക്കാത്ത ഒരവസ്ഥയുണ്ട് അല്ലേ? നമുക്കൊക്കെ അറിയാവുന്ന, ചിലർ തോറ്റു കഴിഞ്ഞാൽ തോറ്റെന്ന് അവരെ വിശ്വസിപ്പിക്കുവാൻ പ്രയാസമാണ്, വളരെയധികം പ്രയാസമാണ്. തോറ്റമ്പി എന്നൊക്കെ പറയത്തില്ലേ? തോറ്റമ്പി എന്ന് പറഞ്ഞാലും തോറ്റെന്ന് അവർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കത്തില്ല. കാരണം അവർ അതുപോലെ ജയോത്സകരായി നടന്നവരാണെങ്കിൽ, പിശാചിൻ്റെ അടിമത്തത്തിൽ അതുപോലെ നടന്നവരാണെങ്കിൽ, കർത്താവ് പിശാചിനെ കാൽവറിയിൽ തോൽപ്പിച്ചുവെങ്കിലും ആ തോൽവി അവനിപ്പോഴും സമ്മതിക്കുവാൻ തയ്യാറല്ല. അപ്പോൾ ഒടുക്കത്തെ മരണം, അതാണ് രണ്ടാം മരണം. നമ്മൾ ശവസംസ്കാര ശുശ്രൂഷയിലൊക്കെ ഈ രണ്ടാം മരണത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കാറുണ്ട് അല്ലേ? നുകരുന്നോന് കടുങ്കൈ പാണി മരണക്കാസ, അത് മരണക്കാസയാണ്. ശവസംസ്കാര ശുശ്രൂഷ ക്രമത്തിലെ പാട്ടിൻ്റെ ഒരു വരിയാണ് പാടിയത്. അപ്പോൾ ഒടുക്കത്തെ മരണം നീങ്ങിപ്പോകും. അത് രണ്ടാമത്തെ വരവിലാണ്. അപ്പോൾ ഇവിടെ പറയുകയാണ്, സകലവും അവന് കീഴാക്കിയതിൽ ഒന്നിനെയും കീഴ്പ്പെടാതെ വിട്ടിട്ടില്ല. എന്നാൽ ഇപ്പോൾ സകലവും അവന് കീഴ്പ്പെട്ടിട്ടില്ല. എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായ യേശു മരണം അനുഭവിച്ചതുകൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു. അതായത് 1 കൊരിന്ത്യർ 15 അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം, then comes to an end when he delivers the kingdom to God the Father. രാജ്യം പിതാവാം ദൈവത്തെ ഏൽപ്പിക്കും. When he delivers the kingdom God the Father, he puts an end to all the rule and all authority and power. For he must reign till he has put all enemies under his feet. എല്ലാ ശത്രുക്കളെയും കാൽ കീഴെ ആക്കുവോളം അവൻ വാഴേണ്ടതാണ്. അത് കഴിഞ്ഞു അവൻ തന്നെയാണ്. പക്ഷെ രാജ്യം പിതാവാം ദൈവത്തെ ഏൽപ്പിക്കും. തൃത്വ വാഴ്ചയാണ് പിന്നീട് എന്നാണ് അതിൻ്റെ അർത്ഥം. The last enemy that will be destroyed is death. For he has put all things under his feet. But when he says all things are put under him, it's evident that he who put all things under him is accepted. Now when all things are made subject to him, then the Son himself will also be subject to him who puts all things under him, that God may be all in all. അത് 1 കൊരിന്ത്യർ 15 അധ്യായം 24 മുതൽ 28 വരെയുള്ള ഭാഗങ്ങൾ അതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ വായിച്ചു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ആ ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നതിനായി യേശു മരണം അനുഭവിച്ചതുകൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അണിയിച്ചതായി കാണുന്നു. കർത്താവിൻ്റെ തേജസ്സിൻ്റെ നിലവാരം അത്രയും ശക്തമായി നിൽക്കുന്നത്, അത്ര
അത്രയും പീഡനം ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ടാണ്. അത്രയും പീഡനം ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ടാണ്. അതായത് കർത്താവിൻ്റെ ശരീരത്തിൻ്റെ പീഡയെപ്പറ്റി പിശാച് തന്നെ സാക്ഷീകരിക്കുന്നുണ്ട്. വേദോത്സവത്തിൽ നിന്നുള്ള അറിവല്ല, പിശാച് തന്നെ സാക്ഷീകരിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. ഇത്രയും വേദന, പീഡനം അല്ലെങ്കിൽ പീഡ ഒരു ശരീരത്തിൽ ഒരു മനുഷ്യനും ഏറ്റെടുക്കുവാൻ കഴിയില്ല. സഹോദരന്മാരുണ്ട്, വിശുദ്ധന്മാരുണ്ട്, എല്ലാവരും പീഡ ഏറ്റെടുത്തിട്ടുണ്ട്. അതിൻ്റെ ആകുകയാണ് ചെയ്തിട്ടുള്ളത്. കർത്താവ് അനുഭവിച്ചിട്ടുള്ള പീഡയുടെ ഭാഗവാക്കുകൾ മാത്രമാണ് സഹോദരന്മാരും നമ്മളെല്ലാവരും. ഇനി ശരീരത്തിൽ മരണം അറിഞ്ഞിട്ടുള്ള സഹോദരന്മാർ പോലും കർത്താവ് ശരീരത്തിൽ ഏറ്റ പീഡയുടെ ആ ഒരു വേദനയുടെ കാഠിന്യം, അത് ഗത്സമനയിൽ തൊട്ട് തുടങ്ങി അങ്ങ് കാൽവറിയിൽ മരണം പൂർത്തീകരിക്കുന്നവർ വരെയുള്ള ശരീരത്തിൽ ഏറ്റെടുത്ത വേദന. അതിനു മുമ്പേ മനോവേദന തുടങ്ങി, ലോകാരംഭം മുമ്പേ ആ വേദന തുടങ്ങി. എന്നാൽ ശരീരത്തിൽ ആ വേദന ഏറ്റെടുത്തതിൻ്റെ അത്രയും വേദന ആരും ഏറ്റെടുക്കാഞ്ഞതിനാൽ തേജസ്സും അത്രയും മുകളിലാണ്. കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുസിദ്ധതയും സിദ്ധത പ്രത്യാശ ഉളവാക്കുന്നു എന്നറിഞ്ഞ് കഷ്ടങ്ങൾ സന്തോഷിക്കുമ്പോൾ നൊടി നേരത്തേക്കുള്ള കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിൻ്റെ നിത്യഘനം ലഭിക്കുവാൻ ഹേതുവാകുന്നു. അപ്പോൾ തേജസ് അണിയിച്ച് കർത്താവ് ഉയർത്ത് എഴുന്നേറ്റ് തൻ്റെ ഡയമെൻഷൻ ലെവൽ മാറ്റിയിരിക്കുന്നു. ഡയമെൻഷൻ മാറി. ഇപ്പോൾ അവൻ്റെ ശരീരം റിന്യൂഡ് ബോഡിയാണ്. റിന്യൂഡ് ബോഡി. ആ റിന്യൂഡ് ബോഡി പൂർണ്ണമാണ്. ആ റിന്യൂവൽ ലെവലിലേക്കാണ് നമ്മൾ നമ്മുടെ ആധ്യാത്മിക ജീവിതം കൊണ്ട് ഓരോ ദിവസവും അടുത്തടുത്ത് വരേണ്ടത്. അതിനാണ് തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കുക എന്ന് പറയുന്നത്. കർത്താവിൻ്റെ തേജസ്സിൻ്റെ പൂർണ്ണത നമുക്ക് തരുവാൻ കർത്താവ് ആഗ്രഹിക്കുമ്പോൾ അടുത്തടുത്ത് ചെന്ന് ചേരുക. റിന്യൂവൽ ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഡേ ബൈ ഡേ, ഡേ ബൈ നൈറ്റ്, എവറി ഡേ, എവറി മൂമെൻറ്റ് വെൻ ഇറ്റ് ഹാപ്പൻസ് നമ്മൾ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.